എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരുപാട് പേര് ഈ ഓണത്തിന് പാവപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതും വലുതായിട്ട് കുറേ പൈസകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ തന്ന പൈസ കൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് ഒരു 40 പേർക്ക് കിറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഇന്നലെ ഒരുക്കി. 1 കിലോ വെളിച്ചെണ്ണ അടങ്ങിയ ഒരു കിറ്റ് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി. ഓണത്തിന് എന്നുള്ളതല്ല, എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റണതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുടുംബത്തിലെ എല്ലാവരും കൂടെ ഇരുന്നാണ് ഈ കിറ്റൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്തത്. 6 ചാക്ക് അരി അതിനാവശ്യമുണ്ടായിരുന്നു. അതിൽ ഓറഞ്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങളെല്ലാം എടുത്തത്. 1 ചാക്ക് അരി പുള്ളിയുടെ വകയായിട്ട് പുള്ളി തന്നു. നമ്മുടെ കേരള പോലീസിൽ ഒരുപാട് നല്ല പോലീസുകാരുണ്ട്. അരിയായിട്ട് മേടിച്ചു തന്ന 1-2 പേരുണ്ട്. ചെറുതും വലുതായിട്ട് അവരെ കയ്യിലുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിടെ എനിക്കൊരു കല്യാണ വർക്കുണ്ടായിരുന്നു. ഞാൻ ആ കല്യാണ വർക്കിന് പോയ സമയത്ത് ഒരു പോലീസുകാർ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ്, ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഗൂഗിൾ പേ ഒന്ന് തരുമെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്ത് 2000 രൂപ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ്, ഇത് നിങ്ങൾ ആർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നു. കേരള പോലീസിൽ ഭൂരിഭാഗം പോലീസുകാരന്മാർ നല്ലവരാണ്. നല്ല മനസാക്ഷിയുള്ള ഒരുപാട് പേര് എൻ്റെ അനുഭവം എനിക്ക് പേഴ്സണലി ഒരുപാട് അവരെ എനിക്കറിയാം. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പോലീസുകാരുണ്ട്. 2ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ ഞാൻ വളർന്നത് എൻ്റെ ഒരു പോലീസുകാരെ മാമൻ്റെ വീട്ടിൽ നിന്നിട്ടാണ്. എൻ്റെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വീട്ടിൽ നിന്നാണ് വളർന്നതൊക്കെ. അവരെ മക്കളെ നോക്കും പോലെ തന്നെയാണ് എന്നെ വളർത്തിയതും. ഞാനും അവർക്കൊരു മോഹമുണ്ട്. അപ്പോൾ ഞാനും അവനെ ഒരുമിച്ചാണ് വളർന്നത്. അവിടെ പോലീസുകാരുടെ അധ്വാന ഫലം ഞാനും കഴിച്ചിട്ടുണ്ട്. ഒരുപാട് മനസാക്ഷിയുള്ള ആൾക്കാരെ എനിക്കറിയാം.